ഹായ്, ബാലി യാത്രകളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ബാലിയുടെ തെക്കേ അറ്റത്തുള്ള ഉലുവാട്ടു എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. ഞങ്ങൾ താമസിക്കുന്ന കുട്ട എന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 20 കിലോമീറ്റർ ദൂരമുണ്ട് ഉലുവാട്ടുവിലേക്ക്. വയാങ് ആണ് ഞങ്ങളുടെ ഡ്രൈവർ. ബാലിയിലുണ്ടായിരുന്ന 7 ദിവസവും വയാങ് ആയിരുന്നു ഞങ്ങളുടെ ഡ്രൈവർ. എല്ലാ സ്ഥലങ്ങളും നല്ല പരിചയമുള്ള മര്യാദയുള്ള ഒരു ഡ്രൈവറായിരുന്നു വയാങ്. ബാലിയുടെ തെക്ക് പടിഞ്ഞാറൻ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഉലുവാട്ടു ഇന്ത്യൻ മഹാസമുദ്രത്തെ അഭിമുഖീകരിക്കുന്ന മലഞ്ചെരിവുകൾക്ക് പേരുകേട്ടതാണ്. ലോകമെമ്പാടുമുള്ള സർഫർമാർ സന്ദർശിക്കുന്ന ബാലിയിലെ ഏറ്റവും പ്രശസ്തമായ സർഫ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് ഉലുവാട്ടു. ഉലുവാട്ടുവിലേക്കുള്ള വഴിയിൽ ബദുങ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ആകർഷണമാണ് ഗരുഡ വിഷ്ണു കെങ്കാന കൾച്ചറൽ പാർക്ക്. 60 ഹെക്ടറിൽ പരന്നു കിടക്കുന്ന ഈ സമുച്ചയം ഹിന്ദു ദൈവമായ വിഷ്ണുവിനും അദ്ദേഹത്തിന്റെ കൂട്ടാളിയും വാഹനവുമായ ഗരുഡനുമാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ബഗ്ഗി കാറുകളിലാണ് പ്രധാന സ്ഥലത്തേക്ക് പോകേണ്ടത്. ഇന്തോനേഷ്യയിലെ ഒരു പ്രോപ്പർട്ടി ഡെവലപ്മെന്റ് കമ്പനിയായ PT അലാം സുത്തേര റിയാലിറ്റിയുടെ ഉടമസ്ഥതയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ദ്വീപിന്റെ കല, നൃത്തം, സംഗീതം, പരമ്പരാഗത സംസ്കാരം എന്നിവ പ്രദർശിപ്പിക്കുന്നതിനാണ് ഈ വലിയ പാർക്ക് സമർപ്പിച്ചിരിക്കുന്നത്. പ്രധാന കവാടത്തിൽ ഗരുഡ വിഷ്ണു പ്രതിമയുടെ ഒരു ചെറിയ പതിപ്പ് സ്ഥാപിച്ചിരിക്കുന്നു. രാവണൻ, രാമൻ, സീത, വിഭീഷണൻ, കുംഭകർണൻ, ലക്ഷ്മണൻ എന്നിവരുടെ പ്രതിമകളും അതിന് ചുറ്റുമായി കാണാം. ബാലിനീസ് ഹിന്ദു സമൂഹത്തിൽ രാമായണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. രാമനെയും സീതയെയും കൂടാതെ രാവണൻ, വിഭീഷണൻ, കുംഭകർണൻ തുടങ്ങിയ കഥാപാത്രങ്ങളും ഇവർക്ക് ആരാധനാമൂർത്തികളാണ്. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ സമൃദ്ധിയുടെ കുളം എന്ന കുളത്തിൽ താമരമുട്ടുകൾ പിടിച്ചു നിൽക്കുന്ന ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ദേവതയായ ലക്ഷ്മിയുടെ പ്രതിമ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഏത് രാജ്യക്കാരായാലും അവരുടെ രാജ്യത്തിന്റെ നാണയങ്ങൾ ഈ കുളത്തിലിട്ടാൽ നന്മ ലഭിക്കുമെന്നാണ് വിശ്വാസം. ചില ഫോട്ടോ പോയിന്റുകളും ഈ കുളത്തിന് ചുറ്റുമായും കാണാം. കുളത്തിന്റെ അടുത്തായുള്ള ഭിത്തിയിൽ ദശാവതാരങ്ങളിലെ നരസിംഹം, വരാഹം, കൂർമ്മം, മത്സ്യം എന്നിവയുടെ രൂപങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. മറ്റുള്ള അവതാരങ്ങൾ ഞാൻ അവിടെ കണ്ടില്ല. തുടർന്നുള്ള മുകളിലോട്ടുള്ള പടികളുടെ വശത്തായി വിഷ്ണുവിന്റെ കിടക്കയായ ആദിശേഷ അല്ലെങ്കിൽ ബാലിയിൽ അനന്തശേഷ എന്ന് വിളിക്കുന്ന 1000 തലകളുള്ള മഹാസർപ്പത്തിന്റെ രൂപം കാണാം. പ്രപഞ്ചം മുഴുവൻ നശിച്ചാലും നിലനിൽക്കുന്ന ഒരു ശ്വാസിത സത്തയാണ് നാഗരാജാവായ ഈ സർപ്പം എന്നാണ് വിശ്വസിക്കുന്നത്. വിഷ്ണുവിന്റെ ഒരു വലിയ അർദ്ധകായ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന പ്ലാസ വിഷ്ണുവിലേക്കാണ് ഈ പടികൾ നയിക്കുന്നത്. ഈ പാർക്കിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ് പ്ലാസ വിഷ്ണു. 23 മീറ്റർ ഉയരമുള്ള വിഷ്ണു ഭഗവാന്റെ ശില്പം മുഴുവനും ചെമ്പും പിച്ചളയും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സംരക്ഷകനും പ്രതിരോധിക്കുന്നവനുമായ വിഷ്ണുവിന്റെ പങ്കിനെ പ്രതിനിധീകരിക്കുന്ന ഈ പ്രതിമ അതിന്റെ കലാപരമായ സൃഷ്ടിക്കും ആത്മീയ പ്രാധാന്യത്തിനും പേരുകേട്ടതാണ്. പ്രതിമയ്ക്ക് ചുറ്റും ജലധാരകളാലും വരണ്ട കാലാവസ്ഥയിൽ പോലും വറ്റാത്ത പവിത്രമായ നീരുറവയാലും ചുറ്റപ്പെട്ടിരിക്കുന്നു. ഈ നീരുറവ ദേവന്മാരുടെ അനശ്വര ജലമായ തീർത്ഥ അമീർത്ഥ എന്ന അമൃതുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ഈ നീരുറവയിൽ നിന്നുള്ള ജലത്തിന് ശുദ്ധീകരിക്കാനും സുഖപ്പെടുത്താനുമുള്ള മാന്ത്രിക ശക്തി ഉണ്ടെന്ന് ഇവിടുത്തുകാർ വിശ്വസിക്കുന്നു. പലതവണ ശ്രമിച്ചിട്ടും ഇവിടെ എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷ് പരിഭാഷയുടെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ഇവിടെ ആരാധനയ്ക്കായിട്ടുള്ള ഒരു സ്ഥലത്ത് ചില പൂജകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും അങ്ങോട്ട് പ്രവേശനം അനുവദിച്ചിട്ടില്ല. ഏറ്റവും ഉയരത്തിലുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള സ്ഥലങ്ങളുടെ മനോഹരമായ ഒരു ദൃശ്യം ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ബാലിയിലെ കുട്ട ജില്ലയിലെ ബദുങ് റീജൻസിയിലുള്ള ഉങ്കാസൻ എന്ന വില്ലേജും അതിനോട് ചേർന്ന് കിടക്കുന്ന സമുദ്രതീരവുമൊക്കെ ഒരു മനോഹര കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. ഇവിടെ നിന്നും സ്റ്റെപ്പുകൾ ഇറങ്ങിയാൽ ഫെസ്റ്റിവൽ പാർക്കിലെത്താം. ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങളൊക്കെ നടക്കുന്ന ഒരു വലിയ ഗ്രൗണ്ടാണിത്. ഈ ഗ്രൗണ്ടിന്റെ ഒരു വശം ഗരുഡ പ്ലാസ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെയാണ് ഗരുഡന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. GWK പാർക്കിലെ ഗരുഡ പ്രതിമ ഒരു ഭീമാകാരമായ ശില്പമാണ്. ഏകദേശം 18 മീറ്റർ ഉയരവും ചിറകുകൾ തമ്മിൽ 64 മീറ്റർ അകലവുമുള്ള ഈ പ്രതിമ ശക്തി, ധീരത, വിശ്വസ്തത എന്നിവയെ പ്രതീകപ്പെടുത്തുന്ന ഗരുഡനെ ചിത്രീകരിക്കുന്നു. ഗരുഡന്റെ തൂവലുകൾ, നഖങ്ങൾ, കൊക്ക് എന്നിവ സങ്കീർണവും കലാപരവുമായ കൃത്യതയോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്തോനേഷ്യയുടെ ദേശീയ പക്ഷിയായ ഗരുഡനെ ചിറകുകൾ നീട്ടി നിൽക്കുന്ന ഗംഭീരമായ ഭാവത്തോടെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. പാർക്കിലെ പ്രധാന ആകർഷണമായ ഗരുഡ വിഷ്ണു പ്രതിമ ഗരുഡ പ്രതിമയിൽ നിന്ന് കുറച്ച് അകലെയാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും വളരെ ദൂരെ നിന്ന് തന്നെ അത് ഗംഭീരമായ ഒരു കാഴ്ച നൽകുന്നു.
ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 4ാമത്തെ സ്മാരക പ്രതിമയായ ഗരുഡ വിഷ്ണു പ്രതിമ 120 മീറ്ററിലധികം ഉയരത്തിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി, ക്രൈസ്റ്റ് ദ റിഡീമർ എന്നിവയേക്കാൾ ഉയർന്നതാണ്. 21 നിലകളുള്ള കെട്ടിടത്തോളം ഉയരമുണ്ട് ഈ സ്മാരകത്തിന്. 4000 ടൺ ഭാരമുള്ള ഈ പ്രതിമ ചെമ്പും പിച്ചള ഷീറ്റും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. പുറം കവറിന് 2,40,000 ചതുരശ്ര അടി വിസ്തീർണമുണ്ട്. 75 മീറ്റർ ഉയരവും 65 മീറ്റർ വീതിയുമുള്ള പ്രതിമ രൂപകൽപ്പന ചെയ്തത് ഇന്തോനേഷ്യൻ ശില്പിയായ നിയോമാൻ നുവാർട്ടയാണ്. ഒരു പീഠത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിമയുടെ ആകെ ഉയരം 121 മീറ്ററാണ്. വിഷ്ണുവിന്റെ കിരീടം സ്വർണ്ണ മൊസൈക്ക് കൊണ്ട് പൂശിയിരിക്കുന്നു. പടിഞ്ഞാറൻ ജാവയിൽ നിർമ്മിച്ച 754 ഡിസ്ക്രീറ്റ് മോഡ്യൂളുകളിൽ നിന്നാണ് പ്രതിമ ബാലിയിൽ കൂട്ടിച്ചേർത്തത്. ഗരുഡന്റെ ആകൃതി വളരെ സങ്കീർണമാണെങ്കിലും കൊടുങ്കാറ്റിനെയും ഭൂകമ്പങ്ങളെയും നേരിടാൻ തക്ക രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, അടുത്ത 100 വർഷത്തേക്ക് കേടുകൂടാതെ ഇത് നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗരുഡനെ പറപ്പിക്കുന്ന വിഷ്ണുവിന്റെ പ്രതിമയാണ് ഗരുഡ വിഷ്ണു പ്രതിമ. ഹൈന്ദവ പുരാണങ്ങളിൽ ഗരുഡൻ എന്ന ശക്തനായ പക്ഷി സഹോദരിയാൽ അടിമയായ തന്റെ അമ്മയെ മോചിപ്പിക്കാനുള്ള ശ്രമത്തിൽ മേരു പർവ്വതത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അനശ്വരത നൽകുന്ന അമൃതനെക്കുറിച്ച് അറിഞ്ഞു. ദേവന്മാർ അമൃതനായി പോരാടിക്കൊണ്ടിരുന്ന ആ സമയത്ത് മഹാവിഷ്ണുവും ഗരുഡനും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി. ഗരുഡൻ അമൃതം വീണ്ടെടുത്താൽ വിഷ്ണു തന്റെ അമ്മയുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കും. അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തോടെ ദൈവിക പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് ഇന്ദ്രനിൽ നിന്നുള്ള കോപം സഹിച്ചുകൊണ്ട് ഗരുഡൻ വിഷ്ണുവിന് അമൃതം എത്തിച്ചു കൊടുത്തു. അമ്മയെ മോചിപ്പിച്ച് വിഷ്ണു തന്റെ വാഗ്ദാനം പാലിക്കുകയും ഗരുഡനെ തന്റെ വാഹനമായി നിയമിക്കുകയും ചെയ്തു. ഈ ബന്ധം ധൈര്യം, വിശ്വസ്തത, ദൈവവും ഭക്തനും തമ്മിലുള്ള ശാശ്വതമായ ബന്ധം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു. ബാലിയുടെ തനതായ പാരമ്പര്യങ്ങളും ആചാരങ്ങളും ദ്വീപിന്റെ സാംസ്കാരിക പൈതൃകവും പ്രദർശിപ്പിക്കുന്ന പ്രകടനങ്ങൾ എന്നും ഇവിടെ അരങ്ങേറാറുണ്ട്. ബാലിനീസ് നൃത്തങ്ങൾ, സംഗീതം, നാടകം എന്നിവയുടെ ഒരു നിര തന്നെ ഇതിൽ ഉൾപ്പെടുന്നു. പലപ്പോഴും മതപരമായ ചടങ്ങുകളുടെയും സാമൂഹിക പരിപാടികളുടെയും ഭാഗമായിട്ടാണ് ഇവ നടത്തപ്പെടുന്നത്. സങ്കീർണമായ കാൽച്ചുവടുകൾ, കൈമുദ്രകൾ, കണ്ണുകളുടെ ചലനങ്ങൾ, മുഖഭാവങ്ങൾ, പ്രത്യേക അർത്ഥങ്ങൾ നൽകുന്ന ആംഗ്യങ്ങൾ എന്നിവയാണ് ബാലിനീസ് നൃത്തത്തിന്റെ സവിശേഷതകൾ. നർത്തകർ പലപ്പോഴും സ്വർണവും ആഭരണങ്ങളും കൊണ്ട് അലങ്കരിച്ച വർണ്ണാഭമായ വസ്ത്രങ്ങൾ അവതരിപ്പിക്കുന്ന നൃത്തത്തിന്റെ രീതി അനുസരിച്ച് ധരിക്കുന്നു. മെറ്റലോഫോണുകൾ, ഗോങ്സ്, ഡ്രംസ്, മുള കൊണ്ടുള്ള പുല്ലാങ്കുഴൽ തുടങ്ങിയ താളവാദ്യങ്ങളുടെ ഒരു കൂട്ടമായ ഗെയ്മെലൻ സംഗീതത്തോടൊപ്പമാണ് ബാലിനീസ് നൃത്തം അവതരിക്കപ്പെടാറുള്ളത്. സങ്കീർണമായ വിരലുകളുടെ ചലനങ്ങളും വേഗത്തിലുള്ള കാൽ ചലനങ്ങളുമുള്ള സാധാരണയായി പെൺകുട്ടികൾ അവതരിപ്പിക്കുന്ന ഒരു പരിഷ്കൃത നൃത്തമാണ് ലെഗോങ്. നന്മയെ പ്രതിനിധീകരിക്കുന്ന സിംഹത്തെപ്പോലെയുള്ള ബെറോങ് എന്ന ജീവിയും തിന്മയെ പ്രതിനിധീകരിക്കുന്ന അസുരരാജ്ഞിയായ രക്തയും തമ്മിലുള്ള യുദ്ധം ചിത്രീകരിക്കുന്ന ഒരു നൃത്തനാടകമാണ് ബെറോങ്. മങ്കി ചാൻ ഡാൻസ് എന്നും അറിയപ്പെടുന്ന കേക്കാക് നൃത്തത്തിൽ ഒരു വലിയ കൂട്ടം പുരുഷ നർത്തകർ വൃത്താകൃതിയിലിരുന്ന് സംഗീതത്തിന്റെ അകമ്പടിയില്ലാതെ കാക് എന്ന മന്ത്രം താളാത്മകമായി ആവർത്തിക്കുന്നു. ഈ നൃത്തം പലപ്പോഴും ഹൈന്ദവ ഇതിഹാസമായ രാമായണത്തിൽ നിന്നുള്ള ഹനുമാൻ പ്രത്യക്ഷപ്പെടുന്ന രംഗങ്ങളാണ് ചിത്രീകരിക്കുന്നത്. ബാലിനീസ് നൃത്തം കലാപരമായ ആവിഷ്കാരത്തിന്റെ ഒരു രൂപം മാത്രമല്ല, ബാലിനീസ് ജനതയുടെ സാംസ്കാരിക ഐഡന്റിറ്റിയെ ഉൾക്കൊള്ളുന്ന ആത്മീയതയുടെയും സമൂഹമായും ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു ഉപാധി കൂടിയാണ്. ബദുങ് റീജൻസിയിലെ ബുക്കിറ്റ് പെനിൻസുലയുടെ തെക്ക് പടിഞ്ഞാറൻ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ബാലിനീസ് ഹിന്ദു ക്ഷേത്രമാണ് ഉലുവാത്തു ക്ഷേത്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് 70 മീറ്റർ ഉയരത്തിലകലെ സ്ഥിതി ചെയ്യുന്ന ബാലിയിലെ ഏറ്റവും പ്രശസ്തമായ കടൽ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. രുദ്രനായി അവതരിച്ച ബാലി ഹിന്ദു മതത്തിന്റെ പരമോന്നത ദൈവമായ സാങ് ഹ്യാങ് വിധിവാസയ്ക്ക് ഇത് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ചെറിയ ക്ഷേത്രം നേരത്തെ നിലനിന്നിരുന്നതായി അവകാശപ്പെടുന്നുണ്ടെങ്കിലും 11ാം നൂറ്റാണ്ടിൽ ഒരു ജാവനീസ് സന്യാസിയായ എംബു കുടുരാൻ ആണ് ഈ ഘടന വികസിപ്പിച്ചത്. ബാലിയെ ദുരാത്മാക്കളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള 9 ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. കടലിന്റെ ആത്മാക്കൾക്കും ബാലിനീസ് ഹിന്ദു ദേവാലയത്തിലെ ദേവന്മാർക്കും സമർപ്പിച്ചിരിക്കുന്ന മേരു ഗോപുരങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന പഗോഡകളുള്ള പരമ്പരാഗത ബാലിനീസ് വാസ്തുവിദ്യാ ശൈലിയിലാണ് ഉലുവാട്ടു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ആത്മീയവും സാംസ്കാരികവുമായ പ്രാധാന്യം കൂടാതെ ഈ ക്ഷേത്രം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെയും ഇവിടുത്തെ ദുർഘടമായ തീരപ്രദേശത്തിന്റെയും അതിമനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു. കർശനമായും ഭക്തർക്ക് മാത്രം പ്രവേശനം അനുവദിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾക്ക് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല.
ബാലിയിലെ പല ക്ഷേത്രങ്ങളെയും പോലെ ഉലുവാട്ടു ക്ഷേത്രവും നീണ്ട വാലുള്ള മക്കാക്കുരങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. ഇവിടെ കൂട്ടിലടച്ച ഒരു വെള്ളക്കുരങ്ങാണ് സന്ദർശകരുടെ പ്രധാന ആകർഷണം. ഈ അൽബിനോ കുരങ്ങൻ 2019 ഇവിടെ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. ഈ കുരങ്ങ് കൂട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതാകാം എന്നാണ് കരുതുന്നത്. മറ്റു കുരങ്ങുകളുടെ ആക്രമണത്തിന് ഇരയാവുകയും പലതവണ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതിനാൽ ഈ കുരങ്ങിനെ ഒരു വലിയ ഇരുമ്പുകൂട്ടിലാണ് സംരക്ഷിച്ചിരിക്കുന്നത്. ബാലിയുടെ തെക്കു പടിഞ്ഞാറൻ തീരത്തേക്കാണ് നാളെ എൻ്റെ യാത്ര. ബാലിയിലെ പ്രധാന കാഴ്ചകൾ കലാസൃഷ്ടി വിളിച്ചോതുന്ന ഇവിടുത്തെ ക്ഷേത്രങ്ങൾ തന്നെയാണ്. ബാലിയിലെ പുതിയ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ.